ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും അതിനായിട്ടുള്ള പരിഹാരവും എന്താണെന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുൻപ് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാരണങ്ങൾ, അതിനായിട്ട് എന്ത് പരിഹാരമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. എംപ്രസ്, സെവൻ ഓഫ് സോർഡ്സ്, മജീഷ്യൻ. 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇപ്പോൾ വേദനിക്കുന്ന കാര്യങ്ങൾക്കുള്ള പരിഹാരം എന്ന് നോക്കാം. പേജ് ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, ടെൻ ഓഫ് വാൻഡ്സ്. ഓക്കെ, അത് 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാരണമായിട്ട് നമുക്കൊരു എംപ്രസ്, സെവൻ ഓഫ് സോർഡ്സ്, മജീഷ്യൻ എനർജിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ചില വ്യക്തികളൊക്കെ ഒരു സ്ത്രീ കാരണം കൂടുതൽ വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു സ്ത്രീ അമിതമായി ഇടപെടുന്നതായിട്ടും ആ ഒരു സ്ത്രീ കാരണം വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയം വരെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ത്രീ കാരണം പലതരത്തിലുള്ള ഒരു ചതി നിങ്ങൾ പല സമയത്തായിട്ട് നേരിട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, നിങ്ങൾക്ക് മുൻപ് വളരെയധികം അറിയാവുന്നിരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. ഈ ഒരു വ്യക്തി കാരണം എന്തായാലും നിങ്ങൾ വളരെയധികം വേദനിച്ചതായിട്ടും നിങ്ങൾ ചതിക്കപ്പെട്ടതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു മജീഷ്യൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്ത്രീ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഈ ഒരു സമയത്ത് ഗോസിപ്പ് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ വളരെയധികം വേദനയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഇവർ പറഞ്ഞു നടക്കുന്നതായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രയാസം തന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തി കാരണം നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ചതിക്കപ്പെട്ടതായിട്ടും, അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ഇപ്പോഴും അത് നിർത്താനായിട്ട് തയ്യാറല്ല, നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇതാണ് കിട്ടുന്നത്. കൂടാതെ ഇതിനായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ആദ്യം നമുക്ക് പേജ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു അതായത് നിങ്ങൾ ഒരു ആക്ഷൻ ഒന്നും എടുക്കാതെ നിങ്ങൾ നിശബ്ദമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവർ എന്താണോ നിങ്ങളോട് ചെയ്യുന്നത് അതിനെതിരെ നിങ്ങളൊരു ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എല്ലാവരോടും പറയണമെന്നില്ല, പക്ഷെ ചിലരോടെങ്കിലും ഒന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതലും ഇപ്പോൾ ഇവിടെ ഒരു നിശബ്ദതയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലം വേദനിച്ചതിന് ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വേദന ഒന്നും അവസാനിക്കുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ഞാൻ എന്ന് ഇതുപോലെ ദുഃഖിച്ചിരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പോൾ ആരാണോ വേദനിപ്പിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പല വ്യക്തികളും നിങ്ങളെ ഈ ഒരു സമയത്ത് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറി നിങ്ങൾക്ക് അതിനൊക്കെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് കാണിക്കുന്നത്. കൂടാതെ ടെൻ ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ കൈകാര്യം അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യത്തിന് മാത്രം ഈ ഒരു സമയത്ത് പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പ്രധാന പരിഹാരങ്ങൾ നമുക്ക് ഇതായിട്ടാണ് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ആക്ഷൻ എടുക്കുക. 1-2 വ്യക്തികളോടെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കുക. നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പറയുന്നുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ ഇല്ലാതാക്കി കളയുക.
കൂടാതെ 10 പറയുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയൊക്കെ മാറും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളുണ്ട്, അവരെങ്കിലുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നാണ് പ്രധാനമായിട്ടും കിട്ടുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് പുറത്തോട്ട് പതിയെ പതിയെ വരാനായിട്ട് സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.